SSLC IT മോഡൽ പരീക്ഷയിലെ ഇങ്ക്സ്കേപ്പിലെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണിത്. നമുക്ക് നോക്കാം. ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിൽ നിന്നും ട്രെയിൻ SVG എന്ന ചിത്രം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എന്നതിൽ ഇങ്ക്സ്കേപ്പ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ചിത്രം ഇങ്ക്സ്കേപ്പിൽ തുറന്നു വന്നു. ഭോഗി സെലക്ട് ചെയ്യുക. എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്തും ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം. 4 എണ്ണം ആകുന്നത് വരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ചിത്രത്തെ മുഴുവനായും സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ എക്സ്പോർട്ട് ചെയ്യാൻ ഫയൽ എക്സ്പോർട്ട് PNG ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ നെയിം എന്നതിന് സൈഡിൽ കാണുന്ന എക്സ്പോർട്ട് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് എക്സാം10 ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഫയൽ നെയിം എന്നതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക. താഴെ കാണുന്ന എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ചിത്രം എക്സാം10 ഫോൾഡറിൽ എത്തിയിട്ടുണ്ടാകും. അടുത്തതായി ഇങ്ക്സ്കേപ്പിൽ ഒരു സീനറി നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് എന്ന രീതിയിൽ തുറക്കുക. ഫയൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് എന്നതിൽ ഷോ പേജ് ബോർഡർ എന്നതിൻ്റെ ടിക്ക് മാർക്ക് കളയുക. റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുക. ഓറഞ്ച് നിറം സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഡ്രോപ്പ് ഡൗൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുക. ഗ്രേഡിയൻറ്റ് അപ്ലൈ ചെയ്യുന്നതിനായി മൗസ് ഉപയോഗിച്ച് മുകളിൽ നിന്നും താഴേക്ക് വലിക്കുക. താഴത്തെ നോഡിൽ ക്ലിക്ക് ചെയ്ത് കറുപ്പ് നിറം കൊടുക്കുക. ഫയൽ ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിൽ നിന്നും ട്രീ PNG എന്ന ചിത്രം ഓപ്പൺ ചെയ്യുക. ചിത്രത്തെ റീസൈസ് ചെയ്ത് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് പോലെ ക്രമീകരിക്കുക. സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു വൃത്തം വരയ്ക്കുക. അതിന് മഞ്ഞ നിറം കൊടുക്കുക. ആ വൃത്തത്തെ ട്രീയുടെ പുറകിലായാണ് ക്രമീകരിക്കേണ്ടത്. അതിനായി വൃത്തത്തെ സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് ലോവർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ചിത്രത്തെ മുഴുവനായും സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ചിത്രത്തെ എക്സ്പോർട്ട് ചെയ്യാൻ ഫയൽ എക്സ്പോർട്ട് PNG ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ആസ് എന്നതിൽ എക്സാം10 ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഫയൽ നെയിം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക. താഴെ കാണുന്ന എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ക്സ്കേപ്പിലെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി.